ഹലോ ഗായ്സ്, ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാൻ പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പോരെ, 10 വർഷമായി ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് കണ്ടുമുട്ടിയിട്ടും. അങ്ങനെ ഞങ്ങൾ ശോഭാമാളിലാണ് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാണ് സുബിൻ, പിന്നെ ഇത് രഘുനാഥ്, ഇത് സൂര്യ, ഒരാളും കൂടെ ഉണ്ടല്ലോ, അവിടെ പോയി, ലേഖ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ 2-3 ആൾക്കാർ കൂടെ ഉണ്ട്. അവർക്ക് വരാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ചു നേരം കുഞ്ഞു മനസ്സായതുകൊണ്ടേ കുഞ്ഞു കുട്ടികളുടെ ഇതൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ കുറച്ചു നേരം ചുറ്റി തിരിഞ്ഞ് നടക്കലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. പിന്നെ ഒരുത്തിക്ക് അവളുടെ മോൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലും കൂടി ചുറ്റിത്തിരിഞ്ഞ് നടന്നു ഞങ്ങൾ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്കും കുറേ പൂതിയൊക്കെ തോന്നിയിട്ടു. അങ്ങനെ എന്താ പറയുക, എടുക്കണ്ടേ, പക്ഷെ പൈസ ഒക്കെ കണ്ടപ്പോൾ വലിയ എടുക്കാനൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം തേരാപ്പാര നടന്നതോടുകൂടി നമുക്ക് വിശക്ക് തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ട് കണ്ടുപിടിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മതി വർത്താനം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അടുത്തൊരു ഫ്രണ്ട് കയറി വന്നത്, അനിൽ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വർത്താൻ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു. ഞാൻ മാത്രം ഇത് വാങ്ങിയുള്ളൂ. മുമ്പ് കഴിച്ചോ നോക്കി വാങ്ങിയത്, പക്ഷേ ഫ്ലോപ്പായി പോയി എൻ്റെ അത്. അങ്ങനെ അനിൽ ഞങ്ങളോട് ടാറ്റ പറഞ്ഞ് അവൻ പോയി. അവനെ വീട്ടിലെന്തോ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തത് ഷിദിൻ, ഞങ്ങളതിനെ വീഡിയോ കോളൊക്കെ ചെയ്ത്. അവൻ പോളണ്ടിലാണ്. അപ്പോൾ അവനും ഞങ്ങളായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടൊന്ന് വിളിച്ചതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ഈ ഒരു ഇത് കണ്ടു. അപ്പോൾ അവനപ്പോൾ തോന്നിയില്ല. പക്ഷെ പിന്നെ അവന് ഭയങ്കര ആഗ്രഹം എന്നത് ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി അതും ഒരു സന്തോഷമായി അവന്. അങ്ങനെ പിന്നെ എല്ലാവർക്കും അവരവരുടെ ഭക്ഷണം കിട്ടി. എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് മാത്രം വന്നിട്ടില്ല. അവർ ഈ എത്തി നോക്കണത് എൻ്റെ വിളിക്കാറായോ എന്നുള്ളത് നോക്കലായിരുന്നു. ലാസ്റ്റ് അവരൊക്കെ കഴിച്ചു തുടങ്ങി, അവർക്ക് മടുത്തു. അങ്ങനെ എൻ്റെ ചട്ടിച്ചോറ് വന്ന് ഞാൻ കഴിച്ചു. പക്ഷെ അതും ഫ്ലോപ്പായി. എൻ്റെ ആദ്യത്തെ ഫ്ലോപ്പായി, രണ്ടാമത്തെയും ഫ്ലോപ്പായി. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ആകെ ഇതായി. പലവട്ടം ഞാൻ ശോഭാമാളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. എന്തായാലും അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന സമയം പോയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. നല്ല തമാശയായിരുന്നു എല്ലാവരുടെയും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെ ചായ കുടിക്കാം എന്നുള്ളൊരു ഇത് വന്നോട് തുടങ്ങി. ഞങ്ങളൊക്കെ എല്ലാവരും ചായ പറഞ്ഞു, ഞാൻ മാത്രം കോഫി പറഞ്ഞു. തുടക്കം തൊട്ടിട്ടേ എൻ്റെ എല്ലാം ഫ്ലോപ്പായിരുന്നു. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്ലോപ്പായിരുന്നു. ലാസ്റ്റ് അവരത് പറഞ്ഞിട്ടായി പിന്നെ എന്നെ കളിയാക്കല്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കോഫി കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല, തരക്കിടില്ല, സൂപ്പർ കോഫി ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഗെറ്റ് ടുഗദർ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഓരോരുത്തരായിട്ട് പോകുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. അവസാനം അവർ എന്നെയാണ് ഇറക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.